Start camera. Rolling, sir. Action! നമ്മളിങ്ങനെ അമേരിക്ക നമ്മുടെ മുമ്പിൽ ഒരു ഭീഷണി മുഴക്കുമ്പോൾ നമ്മൾ അതിന് മുമ്പിൽ നമ്മളെ പിന്നെ മുട്ടിൽ എഴുതാമായിരുന്നോ? നീ വിഷമിക്കാൻ എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. ഒരു വിദേശ നയമുണ്ട്. പറയുന്നു ട്രംപ് അദ്ദേഹത്തിന് PR വർക്കിന്റെ ഭാഗമായി നടത്തിയ പ്രസ്താവനയാണെന്ന് പറഞ്ഞാൽ പോലും എല്ലാം പോയി. ആ വിഷമം അനുഭവിച്ചാലേ അറിയൂ. സീസ് ഫയർ. പക്ഷെ നമ്മളാരും യുദ്ധം മുന്നോട്ട് പോകുവാനോ നിരപരാധികമായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രതികരണം എന്നാണ് റോണി കെ ബേബി പറയുന്നത്. 100% ഞാൻ യോജിക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട. അദ്ദേഹത്തിന് എത്ര പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കരുതിയിരുന്നു, അദ്ദേഹം കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്നാണ് കരുതിയിരുന്നത്. പൊട്ടന്മാര് ലോക പൊട്ടനാണ്. മുട്ടിലിഴഞ്ഞു. എന്താണ് നിങ്ങൾ കുറച്ചുകൂടെ നിലവാരത്തോടു കൂടി കോൺഗ്രസ്സുകാർ ഈ വിഷയത്തെ കാണണം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാനും കൊടുത്ത ആ പ്രശ്നം തീർന്നില്ല. മനസ്സിലാകാത്തത് എനിക്കറിയില്ല. നിങ്ങൾക്ക് അമേരിക്കയും പാകിസ്ഥാനും പറയുന്നതാണോ വിശ്വാസം, അതോ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ ആർമിയും പറയുന്നതാണോ നിങ്ങൾക്ക് വിശ്വാസം? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന DGMO പറയുകയാണ് എന്നെ ഇങ്ങോട്ട് പാകിസ്ഥാൻ വിളിച്ച ഞങ്ങളുടെ കാല് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമ്മതിച്ചത് എന്ന്. ഇന്ത്യൻ ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇന്ത്യൻ ആർമി പറയുമ്പോ അതിനെ ഒന്നും വിശ്വാസമില്ല, അതിനൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങളോട് പിന്നെ എന്ത് മറുപടിയാണ് പറയേണ്ടത്? അങ്ങനെ മുട്ടിലഴയാനും ഉരുളാനും ഒക്കെ പോയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രി ഇന്ത്യക്ക് സംഭാവന ചെയ്തത് കോൺഗ്രസ് ആണ്. അമേരിക്കയുടെ നിർദ്ദേശം വന്നപ്പോൾ അതിനെയൊക്കെ ശക്തമായി എതിർത്ത് നിന്നാണ് മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗിന്റെ എതിർപ്പൊക്കെ നമ്മൾ കണ്ടതാണ്. വെറുതെ ചിരിപ്പിക്കരുത്. 2004 തൊട്ട് 2014 വരെ ബാംഗ്ലൂരിലും മുംബൈയിലും ഒക്കെ ബ്ലാസ്റ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് എല്ലാരും വിളിച്ചു അടച്ച് വീട്ടിൽ കയറി ഇരുന്ന മൻമോഹൻ സിംഗിന്റെ എതിർപ്പുകളും മൻമോഹൻ സിംഗിന്റെ പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതും ഇന്ത്യയുടെ അതിർത്തിക്കകത്ത് കയറിയിട്ട് 5 സൈനികരുടെ തലയറുത്തോണ്ട് പോയപ്പോ മൻമോഹൻ സിംഗ് എന്താണ് ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലേ? വേദനയല്ല മാഷേ, അസ്വസ്ഥത. അമേരിക്കൻ പ്രസിഡന്റിന് ഇവിടെ 64 MP കത്തെഴുതിയിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിക്ക് വിസ കൊടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അതും കേട്ട് മിണ്ടാതെ പോന്നേക്കുന്നു നശൂലങ്ങൾ. അങ്ങനെ മുട്ടിലഴയാനും കരയാനും പോയ ആൾക്കാരുടെ പാരമ്പര്യമാണ് സാറെ കോൺഗ്രസിനുള്ളത്. ഇനി മരം കയറ്റം തന്നെയാ നല്ലത്. ഇന്ത്യൻ ആർമി പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാൻ DGMO ഇവിടെ വിളിച്ചു, ഞങ്ങളോട് യാചിച്ചു. ഇന്ത്യൻ ആർമി പറഞ്ഞതാണ്. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. കാര്യം ഇന്ത്യൻ ആർമി പറഞ്ഞു കഴിയുമ്പോഴും അങ്ങനെ അല്ല എന്ന് പറയുന്ന തലത്തിലേക്ക് ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ നിലപാട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ പെറ്റി പൊളിറ്റിക്കൽ ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അത് ശരിയാ. നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന് ആർക്കെങ്കിലും ഒക്കെ കൊണ്ട് അടിയറവ് വെക്കുന്ന പണി മാത്രമാണ് ചെയ്യുന്നത്. നോക്കൂ, 2014 വരെ ഇന്ത്യയിൽ എത്രയെത്ര ഭീകര പ്രസ്ഥാനങ്ങൾ എത്രയെത്ര ഭീകരാക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു. 2016 ഉറി ആക്രമണത്തിന് ശേഷവും 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം ബാലാക്കോട്ടിൽ നടത്തിയ ഏരിയൽ സ്ട്രൈക്ക് കുലംകുത്തികളായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പണി, ഈ 5ാം പത്തി പണി ഇന്ത്യക്കകത്ത് ഇരുന്നുകൊണ്ട് ചെയ്യരുത്. മോദി ഗവൺമെന്റിന്റെ സ്ട്രാറ്റജി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ഭീകരവാദികളെ പാകിസ്ഥാൻ മണ്ണിൽ നേരിടുന്നത് ഇന്ത്യ നിശ്ചയിക്കുന്ന സമയം, ഇന്ത്യ നിശ്ചയിക്കുന്ന രീതിയിൽ, ഇന്ത്യ നിശ്ചയിക്കുന്ന കണ്ടീഷനോട് കൂടി. भारत की लक्ष्मण रेखा अब एकदम स्पष्ट है. अब फिर कोई टेरर अटैक हुआ तो भारत जवाब देगा, पक्का जवाब देगा. ये हमने सर्जिकल स्ट्राइक के समय देखा है, एयर स्ट्राइक के समय देखा है, और अब तो ऑपरेशन सिंदूर भारत का न्यू नॉर्मल. Yeah, I'm here to make you hurt. That's the only way I work. We gon' put them in the dirt.